ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് നിങ്ങളുടെ പോക്കറ്റിന് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വില്ലയാണ്. ഒരു 3 BHK വീടാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്. കിഴക്കമ്പലത്ത് എക്സാക്റ്റ് ആയിട്ട് ലൊക്കേഷൻ പറയുവാണെങ്കിൽ ചേലക്കുളം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് പറയുന്നത്. മെയിൻ റോഡിൽ നിന്നും, അതായത് ബസ് റൂട്ടിൽ നിന്നും വെറും 200 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ദൂരം വരുന്നത്. ഏകദേശം നമുക്കൊരു 7-8ഓളം വില്ലകൾ വരുന്ന നല്ലൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഒരു വീട് പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മൾ പരിചയപ്പെടുന്നത് 3 ബെഡ്റൂമിന്റെ വീടാണ്. നിങ്ങൾക്ക് ഇവിടെ 4 ബെഡ്റൂമിന്റെ വീടുകൾ സ്വന്തമാക്കണമെങ്കിലും നല്ലൊരു റേറ്റിൽ തന്നെ തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് അതിനും കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ 4 ബെഡ്റൂമിന്റെ വീടുകളാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ കാണുന്ന 3 ബെഡ്റൂമിന്റെ വീടാണ്. ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആണ്. നമുക്ക് ഈ കാണുന്ന വില്ലകൾക്കെല്ലാം കൂടെ കോമൺ ആയിട്ട് ഒരു ഗേറ്റ് ഉണ്ട്. നിങ്ങളിത് സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ്. ഗേറ്റ് നമ്മളുടെ ഇത്രയും വില്ലകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഗേറ്റഡ് എൻട്രൻസ് തുറന്നു കഴിഞ്ഞാൽ നേരെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വിശാലമായ നല്ല 2 വാഹനങ്ങൾ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺജഷൻ ഒന്നും കൂടാതെ കടന്നു പോകാൻ പറ്റുന്ന നല്ല വൈഡ് ആയിട്ടുള്ള റോഡാണ് വില്ലകളുടെ ഫ്രണ്ടിലൂടെ കടന്നു വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വഴികളിലെല്ലാം വിരിച്ചിരിക്കുന്നത്. ഈ കാണുന്ന വില്ലകളുടെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്ലോട്ടുകളും ലഭ്യമാണ്. പ്ലോട്ടുകളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനും തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ കാണുന്ന വീടിന്റെ കുറച്ച് ഫൈനൽ ഫിനിഷിംഗ് വർക്കുകൾ മാത്രമാണ് നമുക്കിനി തീരാനുള്ളത്. മുറ്റത്തുള്ള ഗ്രാസ് പിടിപ്പിക്കുന്ന വർക്കുകൾ, മെയിൻ ഡോർ പോളിഷ് ചെയ്യുക, അങ്ങനെയുള്ള ചെറിയ വർക്കുകൾ മാത്രമാണ് വരുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു, ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ പെയിന്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഗ്രേ കളർ പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ടിൽ കാണുന്ന പോർഷനൊക്കെ നമുക്കിന് ടൈല് വിരിക്കാനുള്ള വഴികളും കൂടെയാണ്, വിരിക്കാനുള്ള പണികളും കൂടെയാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. മെയിൻ ഗേറ്റ് നോക്കിക്കോളൂ, ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. പകുതിയോളം GA പൈപ്പും താഴെ കോൺക്രീറ്റിലുമാണ്. സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. എല്ലാ പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിലും ചെറിയ ലാമ്പുകളുമാണ് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കുവാണെങ്കിൽ മെയിൻ റോഡിലേക്ക് വെറും 200 മീറ്റർ ആണ്. കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്ക് 11 കിലോമീറ്ററും എടപ്പള്ളി ലുലു മാളിലേക്ക് 19 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് വെറും 21 കിലോമീറ്ററുമാണ് വരുന്നത്. നല്ല ഒരുപാട് സ്കൂളുകൾ നമുക്ക് ഇതിനടുത്തായിട്ടൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ചാർട്ടർ സ്കൂള്, സെന്റ് മേരീസ് സ്കൂള്, കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂള് എല്ലാം വളരെ ഈസി ആയിട്ട് എത്താം. ഹോസ്പിറ്റലുകളാണെങ്കിലും ധാരാളമാണ് നമുക്ക് ഇവിടെ ചുറ്റിനുമൊക്കെ എളുപ്പത്തിൽ എത്താവുന്ന രീതിയിൽ ഉള്ളത്. മെയിൻ ഗേറ്റ് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മറ്റേ സൈഡ് വന്നിട്ട് ജസ്റ്റ് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന വീടിന് ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 4.400 സെന്റ് സ്ഥലത്താണ്, 4 സെന്റ് 400 ലിങ്സിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ വരുന്നത് കവേർഡ് ആയിട്ടുള്ള പോർച്ചിലേക്കാണ്. പോർച്ച് കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും ഷോ ലൈറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല വലിയൊരു പോർച്ച് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 17 അടി നീളവും 10 അടി വീതിയുമാണ് പോർച്ചിന് വരുന്നത്. 17 ഫീറ്റ് ലെങ്ത്തും 10 ഫീറ്റ് വിഡ്ത്തും ഉള്ള നല്ലൊരു കാർ പോർച്ചാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാം. 2ഉം 3ഉം കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേറെ ഇവിടെ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ടോട്ടൽ 3 കാറുകൾക്ക് നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ഇവിടെ നമുക്കിനി ഗ്രാസ് പിടിപ്പിക്കാനുള്ള വർക്കുകളും കൂടിയാണ് പെൻഡിങ് ഉള്ളത്. റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഭാഗം കെട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്ന വർക്കുകളും കൂടി, അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകളാണ് പെൻഡിങ് ഉള്ളത്. ഈ ഒരു പോർഷൻ കഴിഞ്ഞാൽ വീടിന്റെ ബാക്ക് സൈഡിലേക്കുള്ള വഴിയാണ്. അവിടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു ചെറിയ ചിപ്പിംഗ് നമ്മുടെ ബേബി മെറ്റലാണ് വിരിക്കാനുള്ളത്. നല്ല വൈഡ് ആയിട്ടുള്ള സ്പേസ് ആണ് നമുക്ക് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് കിട്ടുന്നത്. സെയിം തന്നെയാണ് നമുക്ക് വീടിന്റെ റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിലും കാർ പോർഷന്റെ സൈഡിലൂടെയും നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ബാക്ക് ഒക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇത് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സൈലന്റ് ആയ ലൊക്കേഷൻ ആണ്. കിഴക്കമ്പലം ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഇവിടെ പല ബഡ്ജറ്റിലുള്ള വീടുകൾ ലഭ്യമാണ്. നിങ്ങൾക്ക് മാർബിൾ ഹോംസിലേക്ക് വിളിക്കുവാണെങ്കിൽ ഏത് ബഡ്ജറ്റുള്ള വീടുകളും കിഴക്കമ്പലം ഭാഗത്ത് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. വളരെ ലെങ്ത്തും വിഡ്ത്തും ഉള്ള നല്ലൊരു സിറ്റ് ഔട്ട് ആണ് കിട്ടുന്നത്.
4 ചെയറുകൾ വരുന്ന 4-5 ചെയറുകൾ പ്ലേസ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഞാൻ നിൽക്കുന്നതിനെ നോക്കുവാണെങ്കിൽ നിറയെ LED സ്ട്രിപ്പുകളും വലിയ ബൾബുകളൊക്കെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. ഇത് പോളിഷ് ചെയ്യാനുള്ള വർക്കുകൾ മാത്രമാണ്. നമുക്കിത് പെയിന്റിംഗ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡോർ കാണുമ്പോൾ ഇപ്പോൾ ഒരു ഭംഗി തോന്നാത്തത്. ആഞ്ഞിലയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. പടിഞ്ഞാറോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്നിട്ട് നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. വൈറ്റ് കളറുള്ള ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ കൂടെ അതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾ നേരെ കയറി കഴിയുമ്പോൾ ഡോറിന്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ അവിടെ 3 വിൻഡോസ് കാണാം. അതുകൂടാതെ ഞാൻ നിൽക്കുന്നതിന്റെ ബാക്കിൽ 2 സിംഗിൾ വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. TV വെക്കാനായിട്ട് ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു അറേഞ്ച്മെന്റ് ആണ് മൾട്ടിവുഡിൽ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഷെൽഫുകൾ വരുന്നുണ്ട്. TV വെക്കുന്ന ആ മെയിൻ യൂണിറ്റിന്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. TV വെക്കുന്ന ആ മെയിൻ ബോർഡ് വന്നിട്ട് ഒരു ഗ്രേ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം താഴെയൊക്കെ ആയിട്ട് നിറയെ കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് നമുക്ക് വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിന്റെ സ്ക്വയർ ഫീറ്റ് 1650 ആണെന്ന് തോന്നാത്ത രീതിയിൽ വളരെ വലിയൊരു ലിവിംഗ് ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ സൈഡിലായിട്ട് നമുക്ക് 2 വിൻഡോസ് കൂടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ വിൻഡോകളും നോക്കുവാണെങ്കിൽ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ കൊടുത്തിരിക്കുന്ന സെപ്പറേഷൻ ആ ഒരു എൻട്രൻസ് തന്നെ നോക്കിയാൽ കാണാം. കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡ് ചെയ്തിട്ട് നിറയെ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. 10-12 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 3 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. വാഷ് ഏരിയ വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തന്നെ സെപ്പറേറ്റ് ഒരു സെക്ഷൻ കൊടുത്തിട്ട് അതിനകത്താണ് വെച്ചിരിക്കുന്നത്. ജെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. ബാക്ക് സൈഡ് ഒക്കെ നോക്കിയാൽ ഭംഗിയുള്ള ഗ്രേ കളറിൽ ഒരു ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. ബാക്കിൽ വലിയൊരു മിററും നല്ല ഭംഗിയുള്ളൊരു ഷോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പീസ് വന്നിട്ട് ഗ്രാനൈറ്റിലാണ്. താഴെയൊക്കെ നമുക്ക് കബോർഡുകളായിട്ടുമാണ് തിരിച്ചിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾ കണ്ടിരുന്നു. അതിന് താഴെയുള്ള ഭാഗം നോക്കിയാൽ ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡോറുകൾ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗങ്ങളൊക്കെ ഡബിൾ ഹൈറ്റഡ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡിൽ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ വിസിബിൾ ആണ്. ബാക്കി കവർ ചെയ്തിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഡൈനിങ് ഹാളിന്റെ നോക്കിയാലും കാണാം സ്പോട്ട് ലൈറ്റുകളും LED സ്ട്രിപ്പുകളൊക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. എൻട്രൻസ് നോക്കിക്കോളൂ, ഭംഗിയായിട്ട് തന്നെ മൾട്ടിവുഡിലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. തെക്ക് കിഴക്ക് ഭാഗത്താണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. താഴെയൊക്കെ PVC പാനലിംഗ് ആണ്. അതേ PVC പാനലിംഗിന്റെ വർക്ക് തന്നെയാണ് മുകളിലേക്കും കണ്ടിന്യൂ ചെയ്ത് വന്നിരിക്കുന്നത്. എൻട്രൻസിൽ നോക്കിയാൽ കാണാം 2 ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റുകളും അതുപോലെ മുകൾ ഭാഗത്തൊക്കെ ചെറിയ LED ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സൗകര്യമായിട്ട് തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. 4-5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് കിട്ടുന്നുണ്ട്. ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ഗ്രേ കളർ ടൈലാണ് പൊട്ടിച്ചിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ്. മുകളിൽ 2 ലെയർ കിട്ടുന്നുണ്ട്, താഴെ ഒരു ലെയറിലും. അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോറേജ് കപ്പാസിറ്റി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2 സിംഗിൾ വിൻഡോസ് ഈ ഭാഗത്തും ഒരു സിംഗിൾ വിൻഡോ ഇവിടെ. 3 വിൻഡോസ് ആണ് ടോട്ടലി നമുക്ക് കിട്ടുന്നത്. കിച്ചന്റെ ഡോർ തുറന്നാൽ നേരെ പുറത്തേക്കാണ്. അവിടെ ഇപ്പോൾ ഓപ്പൺ സ്പേസ് വേക്കന്റ് ആയിട്ട് കിടക്കുകയാണ്. നമുക്ക് വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ ബിൽഡറുമായിട്ട് സംസാരിച്ച് തീർച്ചയായിട്ടും ഇവിടെ ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് താഴെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഭാഗത്തായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോർ ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിന്റെ ചെറിയ വർക്കുകളൊക്കെയാണ് ഫിറ്റിംഗ് ആയിട്ടുള്ളത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-11 ഫീറ്റ് ആണ് വരുന്നത്. ഇവിടെ 2 സിംഗിൾ വിൻഡോസും ഈ ഭാഗത്ത് 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് വാർഡ്രോബ് വരുന്നത്. ഗ്രേ കളറിൽ നല്ലൊരു ഡിസൈനോട് കൂടിയ വാർഡ്രോബ് ആണ്. തൊട്ടടുത്ത് തന്നെ ചെറിയൊരു സൈഡ് ടേബിൾ ഫെസിലിറ്റി കൂടി നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കായിട്ട് നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കബോർഡുകളൊക്കെ ഡ്രോസും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്.
അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ലൈറ്റ് ഗ്രേ ആൻഡ് ഡാർക്ക് ഗ്രേ കോമ്പിനേഷനിലാണ് ടൈലുകൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. എയർ ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. കടന്നു വന്ന വഴിയിൽ തന്നെ നമുക്ക് 3 വിൻഡോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. മുകൾ ഭാഗത്തായിട്ട് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ കയറി ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി ഞാൻ വന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഹാളാണ് കിട്ടുന്നത്. എൽ ഷേപ്പിലാണ് ഹാള് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഒന്നാമത്തെ ടോട്ടൽ നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ ബെഡ്റൂം, താഴെ നമ്മൾ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. സ്റ്റെപ്പ് കയറി നേരെ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് നമുക്ക് മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം, ടോട്ടൽ നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 2 വിൻഡോസ് ഇവിടെ കൊടുത്തിരുന്നുണ്ട്. അതുകൂടാതെ ബാക്കി 3 വിൻഡോസ് ആ ഒരു ഭാഗത്തുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മൾട്ടിവുഡ് കൊണ്ടുള്ള വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറിൽ നല്ലൊരു ഡിസൈനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സൈഡ് ടേബിൾ വരുന്നുണ്ട്. അതിന്റെ മുകളിലും ചെറിയൊരു ഷെൽഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ഒരു ഏരിയ മാറിയിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മിറർ വരുന്നുണ്ട്. ധാരാളം നമുക്ക് ഇങ്ങനെ ഡോർ ഓപ്പൺ ചെയ്യാവുന്ന സ്റ്റോറേജ് സ്പേസും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ലൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വോളില് ടൈലുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ബാത്റൂമും നല്ല സൗകര്യത്തിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വരുന്ന സമയത്ത് ഇവിടെ 3 വിൻഡോസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ റീഡിംഗ് പർപ്പസിനൊക്കെ ആയിട്ട് ചെറിയൊരു അറേഞ്ച്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് വുഡൻ മുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ വുഡൻ ക്യാബിൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. താഴെ നമുക്കൊരു റീഡിംഗ് ടേബിളും അതിന് താഴെയും ഡ്രോസും ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ടേബിൾ കഴിഞ്ഞു കഴിഞ്ഞാൽ സൈഡിലേക്ക് നമുക്കൊരു ഡോറ് കിട്ടുന്നുണ്ട്. അത് വന്നിട്ട് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള എൻട്രൻസ് ആണ്. യൂട്ടിലിറ്റി നോക്കുവാണെങ്കിൽ ഫ്ലോർ വേറൊരു ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് പോകാനുള്ള മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള അറേഞ്ച്മെന്റ്, വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കടന്നു വന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഇവിടുത്തെ ഹാളിന്റെ ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നല്ല ലെങ്തി ആയിട്ടാണ് കിട്ടുന്നത്. ഈ ഒരു ഹാളിന്റെ നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ നിറയെ വർക്കുകൾ നമുക്ക് കാണാം. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള വർക്കുകളും വലിയ LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് മിഡിൽ പോർഷനിൽ മാത്രമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിന്റെ രണ്ട് സൈഡിലും വന്നിട്ട് LED സ്ട്രിപ്പുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ആണ് ഇനി കാണേണ്ടത്. ബെഡ്റൂമുകളുടെ എല്ലാം ഡോറുകൾ പിടിപ്പിക്കാനുള്ള വർക്കുകൾ നമുക്ക് ഇവിടെ പെയിന്റിംഗ് ആണ്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിലും 13-11 ഫീറ്റ് തന്നെയാണ് വരുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ വേറെ 3 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. വാർഡ്രോബ് കുറച്ച് ഡിഫറെന്റ് ആയ ഡിസൈൻ ആണ്. പ്ലെയിൻ ഷെയ്ഡ് ആണ്. നല്ല ഗ്രേ കളറും വുഡൻ കോമ്പിനേഷനും ആണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മിഡിൽ പോർഷനിലായിട്ട് തന്നെ നമുക്ക് മിറർ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ബാത്റൂം ആണ്. നല്ല ഗ്രേ കളറിൽ നമുക്ക് നല്ലൊരു ഡിസൈൻ ഒക്കെ വരുന്ന ടൈലാണ് വോളിലും ഫ്ലോറിലും എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമും കണ്ടു കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഈ ഒരു ഹാളിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ബാൽക്കണിയാണ് കാണാനുള്ളത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ട് 2 ഡോറുകളാണ് നമ്മുടെ ഈ ഒരു ബാൽക്കണിക്ക് കൊടുത്തിരിക്കുന്നത്. 2 പീസ് ഉള്ള ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നല്ല സ്പേസ് ഉണ്ട്. വളരെ നീളത്തിലാണ് ബാൽക്കണി കിടക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ്. ഹാൻഡ് റൈൽസ് വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലുമാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലൊക്കെ ആയിട്ട് ഷോ ലൈറ്റുകൾ വരുന്നുണ്ട്. റൂഫിൽ നല്ല വർക്കുകളും ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ബാൽക്കണിയിലെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വില്ലകളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടുന്നുണ്ട്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ കളറിലുള്ള ഇതിന്റെ മെയിൻ ഗേറ്റ് കാണാം. അതുകൊണ്ടാണ് ഞാനത് ഗേറ്റഡ് വില്ലയാണെന്ന് പറഞ്ഞത്. ആ ഒരു ഗേറ്റഡ് വില്ല കോമ്പൗണ്ടിനകത്താണ് ഈ കാണുന്ന വീടുകളെല്ലാം തന്നെ വരുന്നത്. റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നതെല്ലാം 4 BHK വില്ലകളാണ്. 74-75 റേഞ്ചിലാണ് ആ കാണുന്ന വീടുകളെല്ലാം സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. നല്ല ലാൻഡ് അളവ് വരുന്നുണ്ട്. 4.6, 4.8 അങ്ങനെ പല ലാൻഡ് അളവുകളിലാണ് 4 BHK വീടുകളെല്ലാം സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ഒരെണ്ണോ രണ്ടെണ്ണോ സെയിൽ ആയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ലാൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി അറേഞ്ച് ചെയ്ത് തരാവുന്നതാണ്.
വീട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്ത് ചേലക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിൻ റോഡിനോട് വളരെ അടുത്താണ്. ബസ് റൂട്ടിൽ നിന്നും വെറും 200 മീറ്റർ വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണുള്ളത്. നല്ല ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീടുകളെല്ലാം വരുന്നത്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഒരു 3 BHK വീടാണ്. 4 സെന്റ് 400 ലിങ്സിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 4.4 സെന്റ് ലാൻഡ് ആണ്. 1650 സ്ക്വയർ ഫീറ്റ് ആണ്. 1650 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 3 BHK ആണ്. 3 ബെഡ്റൂമുകളോട് കൂടി ഈ വീട്ടിൽ നമുക്ക് 3 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് കിണറും ഉണ്ട്. നമുക്ക് KWയുടെ വാട്ടർ കണക്ഷനും ഉണ്ട്. ഭംഗിയുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 65 ലക്ഷം രൂപയാണ്. 65 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ് മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുവാണെങ്കിൽ. മാത്രമല്ല ലോൺ ഫെസിലിറ്റിയും ലീഗൽ ഫോർമാലിറ്റീസും ഞങ്ങൾ വഴി തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. 3 BHK അല്ല, നിങ്ങൾക്ക് ഒരു 4 BHK വീട് ഇതേ വില്ല കമ്മ്യൂണിറ്റിയിൽ വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. 74-75 ലാക്സ് പ്രൈസ് റേഞ്ചുകളിലാണ് 4 ബെഡ്റൂമിന്റെ വീടുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഏത് വീടുകളാണെങ്കിലും മാർബിൾ ഹോംസിലൂടെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓണറുമായി നേരിട്ടിരുന്ന് സംസാരിച്ച് തന്നെ തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യം നിങ്ങൾ ഒരുക്കി തരുന്നതാണ്. വീടുകൾ സ്വന്തമാക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.